നമസ്കാരം ഡാക്കുഷിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് കളർ ഗ്രേഡിങ്ങിൻ്റെ ചെറിയൊരു ഏരിയയാണ്. അപ്പോൾ നോഡ് ബേസിലാണ് നമ്മൾ ഡാവിഞ്ചി റിസോർട്ടിൽ കളർ ഗ്രേഡിങ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ നോഡുകൾ എന്തിനാണ് നമ്മൾ സെപ്പറേറ്റ് ആഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല, ഒരു പ്രൊഫഷണൽ വീഡിയോ എഡിറ്ററെ ട്യൂട്ടോറിയൽ ഞാൻ കണ്ടതാണ്. ഓരോ നോഡുകൾക്ക് എന്തെല്ലാം രീതിയിലുള്ള ഗ്രേഡിങ്ങുകളും കറക്ഷനാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് 4 തരം നോഡുകളാണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാൻ മനസ്സിലാക്കി വെൽക്കം ബാക്ക് ടു ഡാർക്ക് വിഎഫ്എക്സ് സ്റ്റുഡിയോ. അപ്പോൾ നമുക്ക് ഡാവിഞ്ചി റിസോൾവ് ഓപ്പൺ ചെയ്യാം അല്ലേ. അതിന് മുന്നേ നമ്മൾ ഇതുവരെ ചെയ്ത വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്കായിരിക്കും എത്തുക. അതിൽ എഡിറ്റിംഗ് ഡെസ്ക്, അതിൽ ഒരുപാട് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതിൽ നമ്മൾ ഡാവിഞ്ചി റിസോൾവ്, അതിൽ നമ്മൾ ചെയ്ത വീഡിയോസൊക്കെ കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്ന വീഡിയോസും ഇതിൽ അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയ വീഡിയോസൊക്കെ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. അതുപോലെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ അതിൻ്റെ വീഡിയോസ് ഇവിടെ ഉണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഡാവിഞ്ചി റിസോൾവ് ഓപ്പണായി. ഇതിൻ്റെ അകത്ത് നമുക്കൊരു എന്താ പറയുക പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ. അപ്പം നമ്മൾ സാധാരണ ഇതിൻ്റെ അകത്താണ് ചെയ്യുന്നത്. അതിൽ നോഡ് കളർ എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റാണ് ഞാൻ ഓൾറെഡി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ പേരടിച്ചിട്ട് ക്രിയേറ്റ് കൊടുത്താൽ ന്യൂ പ്രൊജക്റ്റ് വരും അല്ലേ. നോഡ് കളർ എന്നുള്ള ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഞാൻ പിന്നിലേക്ക് ഒരു ക്ലിപ്പിനെ ആഡ് ചെയ്യാണ്. ഓക്കെ, ഇനി നമ്മൾ കളർ ഗ്രേഡിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ പറയുന്ന കാര്യങ്ങളാണ്. ഞാൻ ആദ്യം തന്നെ കളറിൻ്റെ വീലിലേക്ക് വരികയാണ്. കളറിൻ്റെ ആ ഒരു പേജിലേക്ക് വരികയാണ്. കളർ പേജിൽ നമ്മൾ നോർമലി ഈ ഒരു ടൈപ്പിലായിരിക്കും അല്ലേ കളർ ഉണ്ടാവുക. ഇവിടെ ഒരു കളർ വീൽ ഉണ്ടാവും, ഇവിടെ ഒരു കളർ കർവ് ഉണ്ടാവും. ഇതിനെ പറ്റിയൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ പരേഡ് എന്നുള്ളൊരു ഓപ്ഷനും ഉണ്ടാവും, അത് ഓണാക്കിയിടുക. ഓക്കെ അല്ലേ. സ്കോപ്പ് എന്നുള്ള ഇവിടെ പരേഡ് എന്നുള്ള സ്കോപ്പ് ഓണാക്കിയിടുക. അപ്പോൾ നമുക്ക് ഈ സ്കോപ്പിൻ്റെ അകത്ത് നമ്മളിതിൽ വലിയൊരു എഡിറ്റിംഗ് അല്ല പറയുന്നത്, ഇതിൻ്റെ ഒരു ബേസിക്കാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു കളർ പരേഡിൽ നമുക്ക് 3 കളറുകൾ കാണാൻ പറ്റും. ഇതാണ് ബേസിക് കളറുകൾ, റെഡ്, ഗ്രീൻ, അതുപോലെ ബ്ലൂ. ഈ 3 കളറിൻ്റെ കോമ്പിനേഷനാണ് നമുക്ക് കാണുന്ന എല്ലാ വീഡിയോസും. ഓക്കെ അല്ലേ. പിന്നെ അതിൻ്റെ അകത്ത് വരുന്ന ലൈറ്റിൻ്റെ കൂടുതലും കുറവും, അത് കറുപ്പും വെള്ളയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ അല്ലേ. അത് ഈ ഒരു 0 എന്നുള്ള ഈ ആബ്സല്യൂട്ട് വാല്യൂവിലേക്ക് ഒരിക്കലും, അതായത് ഞാൻ ഈ ഫസ്റ്റ് വീല് ഷാഡോ എന്നുള്ള ഒരു വീല് ഇതിവിടെ ലോഗിലാണ് ഇപ്പോൾ ഉള്ളത്, അത് നമുക്ക് വേണമെങ്കിൽ പ്രൈമറി വീലിലേക്ക് മാറ്റാം. അങ്ങനെയാണെങ്കിൽ ഈ ലിഫ്റ്റ് എന്നുള്ള ഇവിടെ ഇത്തിരി ലിഫ്റ്റ് താഴേക്ക് കുറയ്ക്കുമ്പോൾ നോക്കിക്കോ, ആ ഒരു കളർ മൊത്തത്തിൽ അടിത്തട്ടിൽ കണ്ടോ ഒരു ബ്ലാക്കിലേക്ക് വന്നു. ശ്രദ്ധിച്ചോ, ആ 0ലേക്ക് വന്നു. 0 മീൻസ് ബ്ലാക്ക് ആണ് കേട്ടോ. ഇവിടെ വൈറ്റ് ആണ് വരുന്നത്, അബ്സല്യൂട്ട് വൈറ്റിലേക്കും ബ്ലാക്കിലേക്കും. പിന്നെ എന്തൊരു ടെക്നിക്കലി എന്തൊരു പേര് പറയട്ടോ, എന്നോട് മറന്നുപോയി. ഓക്കെ, ഈ 0ലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് മിസ്സാവും. കണ്ടോ, ഈ ഭാഗത്ത് വല്ലാതെ കറുപ്പായി പോയി. അപ്പോൾ നമ്മൾ ഒരിക്കലും ആ 0യിൽ ഇട്ടിട്ട് വെക്കരുതെന്ന് പറഞ്ഞത്. അപ്പോൾ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ മേലേക്ക് വന്ന്, അപ്പോൾ കുറച്ച് നമുക്ക് താഴോട്ട് വേണമെങ്കിൽ താത്താം കേട്ടോ. അപ്പോൾ ഈ ലിഫ്റ്റ് തന്നെ കുറച്ചുകൂടെ താഴോട്ട് താത്തിയാൽ നമുക്ക് ഏകദേശം ഒരു 0യുടെ അടുത്തേക്ക് വരും. കണ്ടോ, ഏകദേശം ഒരു 0യുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് മൊത്തം ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇതിങ്ങനെ ചെയ്യുന്നത് എന്താണെന്നറിയോ, നമുക്ക് ഇങ്ങനെ താത്തി വെച്ച് കഴിഞ്ഞാൽ കാണാൻ കുറച്ചുകൂടെ ഭംഗിയുള്ളൊരു കളറൊക്കെ കിട്ടും കേട്ടോ. പക്ഷേ ഇങ്ങനെ ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലതരത്തിലുള്ള മോണിറ്ററിലാണ് വീഡിയോസ് കാണുന്നത്. ഒന്നെങ്കിൽ ടി വി ആയിരിക്കും, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് തന്നെ ക്വാളിറ്റി ഉള്ള മോണിറ്റർ ഉണ്ടാവും, ക്വാളിറ്റി കുറഞ്ഞ മോണിറ്റർ ഉണ്ടാവും. ടി വിയിലാണെങ്കിലും ഒക്കെ തന്നെ പല തരത്തിൽ, മൊബൈലുകളിൽ പല ക്വാളിറ്റിയിലുള്ള LED, MOLED അങ്ങനെ ഒരുപാട് സംഭവങ്ങളില്ലേ, LCD. അപ്പോൾ അതിൽ പലതിലും കാണുന്ന സമയത്ത് ചില പ്ലാറ്റ്ഫോമിൽ വരുന്ന സമയത്ത് കാണൂല കളറിനെ, ചില ഏരിയകൾ തീരെ കാണില്ല. അപ്പോൾ അവിടുത്തെ ഡീറ്റെയിൽസ് മിസ്സാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ 0യുടെ മേലേക്ക് എപ്പോഴും ഇടണം എന്നുള്ള കാര്യം പറയുന്നത്. ഇപ്പോൾ 0യിൽ ടച്ച് ആവുന്നില്ല, 3 കളറും ടച്ച് ആവുന്നില്ല. അതുപോലെ തന്നെ ഈ ഏരിയ ഉണ്ടാവും. ഇനി ഈ ഏരിയ എന്ന് പറയുന്നത് വൈറ്റാണ്, ഈ ഗെയിനാണ്. അപ്പോൾ നമ്മൾ ലോഗിൽ പറയുകയാണെങ്കിൽ ഷാഡോയും ഹൈലൈറ്റുമാണ്. ഓക്കെ അല്ലേ. അതുപോലെ നമ്മൾ ഇതിൽ പറയുകയാണെങ്കിൽ ലിഫ്റ്റും ഗെയിനുമാണ്. അപ്പോൾ ഗെയിന് ഇനി കൂട്ടി എന്താ സംഭവിക്കാമെന്ന് നോക്കിക്കോ, അത് മുകളിൽ ചെന്നിട്ട് 1023 ഉള്ള ഒരു വാല്യൂ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഇവിടെയുള്ള ഡീറ്റെയിൽസ് മൊത്തം മിസ്സാവും. ഇവിടെ ശ്രദ്ധിക്കണേ, ഇവിടുത്തെ ഡീറ്റെയിൽസ് മൊത്തം നമുക്ക് മിസ്സാവും. ഇനി ആ ഗെയിന് നമുക്ക് കുറച്ച് നോക്കാം അല്ലേ. എന്താ സംഭവിക്കുന്നത്, ഗെയിന് കുറച്ച് താഴേക്ക് വലിക്കുന്ന സമയത്ത് ആ കളറുകൾ കണ്ടോ, ആ ബ്ലൂ എന്നൊക്കെ താഴോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ ആദ്യം വീഡിയോ ഉണ്ടായി ഏകദേശം അതുപോലെ വരുമ്പോൾ അവിടെ മേഘമാണ് നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ മഞ്ഞുകൾ നിറഞ്ഞിട്ടാണ് വെള്ള കളർ വരുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായില്ലേ. അതിൽ തന്നെ ബ്ലൂ ലൈറ്റാണ് കൂടുതൽ. അപ്പോൾ നമുക്ക് ഈ ബ്ലൂ ലൈറ്റിനെ മാത്രം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഏതിലാണ് ബ്ലൂ കൂടുതൽ, ഗെയിനിലാണ് അല്ലേ വരുന്നത്. ഈ ഗെയിന് കുറയ്ക്കുമ്പോഴല്ലേ നമ്മളെ ബ്ലൂ കണ്ടോ വൈറ്റും കൂടി വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഗെയിന് നോർമലി ഇട്ടിട്ട് ആ ബ്ലൂവിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ബ്ലൂ കൂടും. കണ്ടോ, ഇവിടെ നമുക്ക് ബാക്കോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ബ്ലൂവിൻ്റെ കളർ മാറി ഒരു വൈറ്റിലേക്ക് വരുന്നത് കണ്ടോ. നമുക്ക് എവിടേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുമോ അവിടേക്ക് നേരെ പച്ചയിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വേറൊരു കളറായി, താഴേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വേറൊരു കളറായി. ഓക്കെ അല്ലേ. ഈ കളർ അഡ്ജസ്റ്റ്മെൻറ്റ് മൊത്തം മാറുന്നത് ആ ഒരു വൈറ്റ് ഏരിയയിലാണ്, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവില്ലേ. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് പരേഡിൽ പോകാൻ പറ്റും. ഇപ്പോൾ പച്ചയാണ് കൂടുതലുള്ളത്, നീല കുറഞ്ഞു. അപ്പോൾ നമ്മൾ റെഡിലേക്ക് ഇത് ടെൻഡ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ കണ്ടോ
വേറൊരു കളർ വരും. അപ്പോൾ റെഡ് കൂടി. അപ്പോൾ ഇവിടെ ഈ പരേഡിൽ നമുക്ക് ഏത് കളറാണ് കൂടുതൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ബ്ലൂ കുറച്ച് നമുക്ക് വേണമെങ്കിൽ താഴേക്ക് ഇങ്ങ് വലിച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കി വെക്കാം. റെഡിലേക്ക് കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ താരതമ്യപ്പെടുത്തി 3 ഒരേ ലെവൽ വരുമ്പോൾ ഇത് ഏകദേശം കറക്റ്റ് ഒരു കറക്ഷനായി. അതായത് എല്ലാ കളറും ഒരുപോലെയായി. ഈ സീലിൽ ഇങ്ങനെയാണോ ഉണ്ടാവേണ്ടതെന്ന് അറിയില്ല, എന്നാലും. അപ്പോൾ അതിന് നമുക്കിവിടെ എ എന്നുള്ളൊരു ബട്ടണില്ലേ, ഈ എ അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് സെറ്റാവും. കേട്ടോ, മൊത്തം കളറും കൊണ്ട് മാറി ഓട്ടോമാറ്റിക്കലി ഗ്രേഡ് ചെയ്തിട്ട് പച്ച ഇത്രയും മതി, നീലയും ചുവപ്പും ഇത്രയും വേണം എന്നാണ് കുറച്ച് കയറിയില്ലേ ഓട്ടോമാറ്റിക്. ഇനി നമുക്ക് ഓട്ടോമാറ്റിക്കലിൻ്റെ വേണമെങ്കിൽ കുറച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചൊന്ന് താഴേക്ക് കൊണ്ടുവരാം അല്ലേ, ആൽഫാൻ ഇതിനെ മാത്രം ഓഫ്സെറ്റിനെ മാത്രം കുറച്ചൊന്ന് താഴേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് മുകളിലേക്ക് അത്ര കയറി പോകില്ല, ഡീറ്റെയിൽസ് കിട്ടും. ഇപ്പം കണ്ടോ, നമ്മൾ ആദ്യമുള്ള ആ ഒരു ഡീറ്റെയിൽസിനേക്കാൾ കൂടുതലുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ. നോക്കിക്കോ, ഞാനൊന്ന് ഓഫാക്കി ഓണാക്കി കാണിച്ചിട്ട്, ഈ നോഡിലാണ് നമ്മളിപ്പോൾ ചെയ്ത്. ഈ നോഡൊന്ന് ഓഫാക്കി, കണ്ടോ, ഓണാക്കി, ഓഫാക്കി, ഓണാക്കി. അപ്പോൾ ഇവിടെ കുറച്ച് കറുപ്പ് കളർ കൂടിയുണ്ട് അല്ലേ, അപ്പോൾ ഇവിടെ 0 കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ബേസിക് ചെയ്യുന്ന സമയത്ത് അത്രയും നമുക്ക് ശ്രദ്ധിക്കാനാവില്ല, എന്നാലും കുറച്ചൊന്ന് കയറ്റിയിട്ട് വെക്കുക. അപ്പോൾ നമുക്ക് എല്ലാ ഏരിയയിലും ഡീറ്റെയിൽസ് കിട്ടി. കണ്ടോ, കൃത്യമായിട്ട് ഈ ഏരിയയിലും ഡീറ്റെയിൽസ് കിട്ടി. അപ്പോൾ ആദ്യം ഓട്ടോ കറക്റ്റ് ചെയ്യാം, എന്നിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എളുപ്പം കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു നോഡിലാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നോഡിൽ നമ്മൾ ഈ കറക്റ്റിങ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണ് പ്രൊഫഷണൽസ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു നോഡ് ക്രിയേറ്റ് ചെയ്യണം. വിൻഡോസിലാണെങ്കിൽ ആൾട്ട് എസ്, മാക്കിലാണെങ്കിൽ ഓപ്ഷൻ എസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു നോഡ് ക്രിയേറ്റ് ആവും. ഈ നോഡിൻ്റെ അകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആൽഫ കറക്ഷനാണ്. അപ്പോൾ ആൽഫ കറക്ഷൻ അവിടെ വെക്കുക, അത് ലാസ്റ്റാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ ഒരു നോഡും കൂടി ആഡ് ചെയ്യുക, വീണ്ടും ഓപ്ഷൻ എസ്, ആൾട്ട് എസ് കേട്ടോ. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ നോഡ് കിട്ടും. മൂന്നാമത്തെ നോഡിനാണ് നമ്മൾ കളർ ഗ്രേഡിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കളറിൻ്റെ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് കളർ ഗ്രേഡിങ്ങിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഞാൻ കണ്ട വീഡിയോയിൽ പുള്ളി പറയുന്നത് ഒരു ബേസിക്കായിട്ട് തുടങ്ങി വരുന്ന ഒരാൾ ചെയ്യേണ്ട കാര്യം, ഇത് അൺലിങ്ക് ചെയ്തിട്ട് ഈ ബ്ലൂ സെലക്ട് ചെയ്ത് ബ്ലൂ ഇത്തിരി താഴേക്ക് ഇവിടെ വരയ്ക്കുക, ഇവിടെ ഇത്തിരി പൊക്കിയിടുക. ഇതാണ് പോലും ഒരു ബേസിക് കളർ ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരുവിധം കളർ ഗ്രേഡിംഗ് ഒക്കെ സ്റ്റൈലായി ഉണ്ടാവുന്നതാണ് പുള്ളിയുടെ ഒരു അഭിപ്രായം. ഓക്കെ, അതിൽ അങ്ങനെ തന്നെയാണ് പുള്ളി പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമുക്കത് നോക്കണ്ട. നമ്മളൊക്കെ അത്യാവശ്യം ഡെവലപ്പായ വീഡിയോ എഡിറ്റേഴ്സ് ആണെന്ന് എനിക്കറിയാം. നിങ്ങളൊക്കെ തന്നെ പൊളിയായിരിക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, നമ്മളിനി ലൈറ്റിലൊന്നും കളിക്കാതെ വേണമെങ്കിൽ ഇവിടെ കുറച്ച് ഹൈലൈറ്റ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ സാച്ചുറേഷനും അതുപോലെ ഷെയ്ഡ് കുറച്ച് കയറ്റി കൊടുക്കുക. ഷെയ്ഡ് കയറ്റി കൊടുത്താൽ ഈ ഷെയ്ഡായ ഭാഗങ്ങൾ ഇതാണോ, ഈ ഷെയ്ഡായ കറുത്ത ഭാഗങ്ങളൊക്കെ ഒന്നും കൂടെ അപ്പായിട്ട് വരും ഷെയ്ഡ് കൂട്ടി കൊടുത്താൽ കേട്ടോ. ആ ഒരു ഷെയ്ഡർ കൂട്ടി കൊടുക്കുന്നതിന്, ആ ഷെയ്ഡ് കൂട്ടുന്നതിന് പകരം തന്നെയാണ് നമ്മളിവിടെ ലിഫ്റ്റ് അപ്പ് ചെയ്യുന്നത് കേട്ടോ. രണ്ട് ഏകദേശം ഒരേ മോഡലാണ്, പക്ഷേ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇനി കളർ ബൂസ്റ്റ് ചെയ്യണേ, കുറച്ച് കളർ ബൂസ്റ്റ് ചെയ്യാം, വേണമെങ്കിൽ കളർ കുറയ്ക്കാം, ബൂസ്റ്റ് ചെയ്യാം. ഞാനൊന്ന് ബൂസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു കളറിനെ ജസ്റ്റ് ഒന്ന് ചെറിയൊരു മാറ്റം വരുത്താൻ പോവുകയാണ്. ഇത്രയും ലൈറ്റുള്ള സ്ഥിതിക്ക് നമുക്ക് കുറച്ചൊരു ബ്ലൂവിലേക്ക് തന്നെയാണ് പിന്നെയും വരിക. ഓക്കെ, അല്ലാതെ സ്റ്റൈൽ ഉണ്ടാവുക. ഇപ്പോൾ ഒരു കളർ ഗ്രേഡിങ് വന്നു കേട്ടോ. അപ്പോൾ കളർ ഗ്രേഡിങ് ഓഫ് ആക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ബ്ലൂ കളർ വന്നു, കളർ ഗ്രേഡിങ് അവിടെ നടന്നു. അതുപോലെ ഒന്നാമത്തതിൽ നമ്മൾ കുറച്ച് ലൈറ്റും അപ്പ് ചെയ്തു അല്ലേ. ഇതും രണ്ടും ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതും ഒന്ന് ഡിസേബിൾ ചെയ്യാൻ കമാൻഡ് ഡി കേട്ടോ. വിൻഡോസിൽ കൺട്രോൾ ഡി ആയിരിക്കും മിക്കവാറും. കണ്ടോ, ഇതാണ് നമ്മുടെ ഒറിജിനൽ രൂപം. ഇതിനെ ഞാനൊന്ന് ഗ്രേഡ് ചെയ്തെടുത്തപ്പോൾ ഈ ഒരു കോലത്തിലേക്ക് വന്നു. ഓക്കെ, അതുപോലെ ഇനി നമുക്ക് ഇത്രയും നോഡുകളെ പറ്റിയാണ് മെയിനായിട്ട് പറഞ്ഞത്. ഇവിടെ ഗ്രേഡിന് വലിയ പ്രാധാന്യമല്ല, നമ്മൾ ഈ പറഞ്ഞ പരേഡിൽ മാത്രമേ നമ്മളിന്ന് കാര്യമായിട്ട് കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നടുവിൽ കാണുന്ന ഈ ഒരു നോഡിലേക്ക് തിരിച്ചു വരാം. ഈ നടുവിൽ കാണുന്ന നോഡിൽ നമുക്കിവിടെ RGBയിൽ ഇവിടെ വൈ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാമയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരാം. ജസ്റ്റ് കണ്ടോ, മൊത്തത്തിലൊരു വൈറ്റും അതുപോലെ ഡാർക്കും വരുന്ന ഒരു സംഭവമാണ് ഗാമ. അപ്പോൾ ഈ ഗാമയിലുള്ള ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റാണ് നമ്മളിനി നടുവിലുള്ള ആ ഒരു കുറച്ചൊന്ന് ബാക്കോട്ടേക്ക് വലിക്കുക, ഇവിടെ ഒന്ന് അപ്പ് ചെയ്യുക, ഇവിടെ അപ്പ് ചെയ്യുക. ഈ 3 ഏരിയ നമ്മൾ പണ്ട് പറഞ്ഞാണ്. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ വെളിച്ചമുള്ള ഭാഗമാണ് ഹൈലൈറ്റ്. ഈ നടുവിൽ കാണുന്ന മിഡ് ടോണാണ് മൊത്തത്തിലുള്ള ഒരു കളർ ലൈറ്റ് വേരിയേഷനാണ്. ലാസ്റ്റ് ഇവിടേക്ക് വരുമ്പോൾ എന്താ വരുന്നത് വെച്ചാൽ ഷാഡോ ആണ്. കണ്ടോ, ഷെയ്ഡർ കണ്ടോ, ഇവിടെ നോക്കിക്കോ, ആ ഷാഡോ ഉള്ള ഭാഗം ഒന്നും കൂടെ ഇരുണ്ട് പോവും, ഷാഡോ ഉള്ള ഭാഗം ഒന്നുകൂടെ തെളിഞ്ഞ് വരും. അപ്പോൾ നമുക്കത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തിയാൽ ഷാഡോയിൽ തന്നെ നല്ല മാറ്റങ്ങൾ പല റേഞ്ചിൽ കണ്ടോ, ഓരോ റേഞ്ചിൽ ഓരോ കളർ മാറ്റം വരുന്നുണ്ടോ. അങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുത്തി നമുക്ക് വേണ്ട രീതിയിലേക്ക് ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരാം. ഇങ്ങനെ 3 നോഡുകളാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഒരു നോഡും കൂടി ആഡ് ചെയ്യാം. ഓക്കെ അല്ലേ, കമാൻഡ് എസ്, കൺട്രോൾ എസ്. അപ്പോൾ നമ്മൾ എവിടെ ക്ലിക്ക് ചെയ്താണോ നോഡ് ആഡ് ചെയ്യുന്നത് അതിൻ്റെ അടുത്താണ് കേട്ടോ നോഡ് ആഡ് ആവുക. അത് ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഇവിടെ അല്ലേ ആഡ് ചെയ്ത്. ഓക്കെ, അതിന് നമ്മൾ ലാസ്റ്റ് നോഡിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഈ നോഡിൻ്റെ അകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ നോഡിൻ്റെ അകത്ത് നമ്മൾ ഇതുപോലത്തെ ടിൻറ്റ്
ടെമ്പറേച്ചറൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഒരു നോഡിന് അങ്ങനെ വെക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണം വെച്ചാൽ ഓരോ നോഡുകളിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടെയാണ് മാറ്റം വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും. ഇവിടെ നമുക്ക് സാച്ചുറേഷനൊക്കെ ഇത്തിരി കൂട്ടി വെക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അടുത്തൊരു നോഡ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ നോഡിൽ ഒരുപാട് നോഡുകൾ ആഡ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കൃത്യമായ ഒരു ഔട്ട് കിട്ടും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് നോഡിൽ കളർ കറക്ഷൻ, രണ്ടാമത്തെ നോഡിൽ വൈറ്റ് ബാലൻസ്, അതായത് ഗാമ അഡ്ജസ്റ്റ്മെൻറ്റ് കേട്ടോ, മൂന്നാമത്തെ നോഡിൽ പിന്നെ അങ്ങോട്ട് കളർ ഗ്രേഡിംഗ് ആണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് പോയി കഴിയുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഗ്രേഡിങ് പഠിക്കാനും അതുപോലെ എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ കളറ് കറക്റ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് എളുപ്പമായിരിക്കും. ഒരു നോഡ് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ഈ ഒരു നോഡിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് വെച്ചാൽ അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ട് നമുക്ക് പിന്നെ ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു ഓർഡർ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയൊരു എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒത്തിരി വൈറ്റ് ബാലൻസിലാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും തപ്പേണ്ട കാര്യമില്ല. എനിക്ക് ഇത് ഇവിടെയൊക്കെ ഐക്കൺ ഉണ്ടെങ്കിലും കൂടെ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. നേരെ വൈറ്റ് ബാലൻസിൻ്റെ രണ്ടാമത്തെ ഏരിയയിൽ വരിക, വൈറ്റ് ബാലൻസ് ചെയ്യുക. മൂന്നാമത്തേലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ കളർ ഗ്രേഡിങ്, ഒന്നാമത്തേൽ കളർ കറക്ഷൻ. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇത്രയും ഏരിയകൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബേസിക് എഡിറ്റിങ് കുറച്ചും കൂടെ എളുപ്പമായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഞാനിതൊരു വീഡിയോ കണ്ടപ്പോൾ എനിക്കിങ്ങനെ പറയാൻ തോന്നിയതാണ്. ഇത് അത്ര പ്രാധാന്യം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാധാന്യം ഉണ്ട് താനും, പക്ഷേ അത്രയ്ക്ക് പ്രാധാന്യം ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തുടക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബേസിക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രാധാന്യം ഇല്ലാത്തൊരു ഏരിയയും കൂടിയാണ്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെറുതായിട്ടെങ്കിലും ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.